റാംപൂർ എന്ന ഗ്രാമത്തിൽ കൗസല്യ ജീവിച്ചു പോന്നിരുന്നു. രമേശ് വളരെ ധനികനായ മനുഷ്യൻ ആയിരുന്നു. പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രമേശ് സഹോദരിയുടെ മകൻ പ്രകാശിനെയും കൗസല്യ സഹോദരന്റെ മകൻ രവിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ കൂടെ വളർത്തി പരിപാലിച്ചു പോന്നു. പ്രകാശ് കൃഷികാര്യങ്ങളിൽ രമേശിനെ സഹായിച്ചു പോന്നിരുന്നു. രവിയാകട്ടെ വീട്ടുകാര്യങ്ങളിൽ കൗസല്യയെ സഹായിച്ചു വന്നു. അങ്ങനെ ജീവിതം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ പോവുകയായിരുന്നു. പ്രകാശും രവിയും ഒരു ദിവസം തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അതുവരെ ഉത്സവ പ്രതീതി ഉണ്ടായിരുന്ന രമേശിന്റെ വീട്ടിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ഈ സമയത്ത് സ്വന്തമായി മക്കൾ ഇല്ലല്ലോ എന്ന ഒരു ചിന്ത കൗസല്യയെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ സമയം പുറത്തുനിന്ന് വന്ന രമേശ് തന്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിക്കുന്നു. എന്താ ഉണ്ടായത് കൗസല്യേ? നിനക്ക് ശരീരത്തിന് നല്ല സുഖമില്ലേ? എന്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. മനസ്സ് ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നു. ഇപ്പൊ വിഷമിക്കാൻ എന്താ ഉണ്ടായത്? ഓ, എന്തുണ്ട്? ഇന്നലെ വരെ നമ്മുടെ വീട്ടിൽ നല്ല ഒച്ചയും ബഹളവും എല്ലാമായിരുന്നു. ഇന്ന് നോക്കൂ, എത്ര നിശബ്ദമാണ്. അയ്യോ, ഒരു ചെറിയ കാര്യത്തിനാണ് അവർ പോയതെങ്കിൽ അവർ കുറച്ചു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. അതല്ല, എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നീ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഭഗവാന്റെ നിശ്ചയമല്ലേ. എന്തെങ്കിലും തരൂ, എന്തെങ്കിലും തരൂ. എനിക്ക് വളരെയധികം വിശപ്പും ദാഹവുമുണ്ട്. എന്തെങ്കിലും തരൂ. നോക്കൂ, സ്വാമിജി വന്നു. ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും നൽകൂ. കൗസല്യ സ്വാമിജിയോട് ഇങ്ങനെ പറയുന്നു. സ്വാമിജി, കൈ കഴുകി അകത്തേക്ക് വരൂ, താങ്കൾക്ക് ഭക്ഷണം തരാം. കൗസല്യ പറഞ്ഞതനുസരിച്ച് സ്വാമി ഉള്ളിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി ഇരുന്നു. സ്വാമിയുടെ അടുത്തിരുന്ന കൗസല്യ സ്വാമിക്ക് വേണ്ട വിഭവങ്ങളെല്ലാം വിളമ്പിക്കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഈ വീട്ടിൽ കുട്ടികൾ ആരുമില്ലേ എന്ന് സ്വാമിജി ചോദിക്കുന്നു. സ്വാമിജി, ഇല്ല, ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണ് ചെയ്തത് എന്ന് അറിയില്ല. ഈ ജന്മത്തിൽ ഞങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പഴം തരാം. ആ പഴത്തിന് പകുതി നിങ്ങളും പകുതി പങ്ക് ഭർത്താവും കഴിക്കണം. നിങ്ങൾക്ക് മനോഹരിയായ ഒരു പെൺകുട്ടി ഉണ്ടാകും. കൗസല്യ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം രമേശിനോട് പറഞ്ഞു. ശരി, സ്വാമിജി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. സ്വാമി പറഞ്ഞ പോലെ അവർ പഴത്തിനെ പകുതി ഭക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രകാശും രവിയും നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. കൗസല്യ വളരെയധികം സന്തോഷിച്ചു. വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന ഉത്സവപ്രതീതി തിരിച്ചു വന്നു. ഈ 2 കുട്ടികളും വന്നതുകൊണ്ട് അവർക്ക് വേണ്ടി പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കൗസല്യ ബോധം കെട്ട് വീണു. രവി ഓടിപ്പോയി രമേശിനെ വിളിക്കുന്നു. രമേശും പ്രകാശും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്താണ് കൗസല്യ ഉണ്ടായത്? എന്താണ് പെട്ടെന്ന് തലചുറ്റി വീണത്? രവിയാണ് പറഞ്ഞത്. പെട്ടെന്ന് എന്താ ഉണ്ടായത്? അതോ അതോ താങ്കൾ ഒരു അച്ഛനാകാൻ പോകുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന രവിയും പ്രകാശും എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ കളിക്കുന്നതിന് ഒരു പുതിയ ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ വരാൻ പോകുന്നു. വീണ്ടും അവിടെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാകുന്നു. കൗസല്യയുടെ സന്തോഷത്തിന് ഒരു അതിരുണ്ടായിരുന്നില്ല. താൻ അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലും ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ കൗസല്യ ഒരു പുത്രിക്ക് ജന്മം നൽകി. കുട്ടിക്ക് ഗൗതമ എന്ന് പേരിട്ടു. ഗൗതമ ജനിച്ചു കഴിഞ്ഞതിനു ശേഷം പ്രകാശും രവിയും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കുട്ടി ജനിച്ചതിന് ശേഷം കൗസല്യയ്ക്ക് ഒട്ടും സമയം ലഭിച്ചിരുന്നില്ല. രമേശിന്റെ കാര്യങ്ങൾ നോക്കാൻ കൂടി കൗസല്യയ്ക്ക് സമയമുണ്ടായിരുന്നില്ല. മുഴുവൻ സമയവും ഗൗതമയെ നോക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗൗതമ വളർന്നു വലുതായി. അതോടൊപ്പം തന്നെ പ്രകാശും രവിയും വളർന്നു വലിയ ആൺകുട്ടികളായി. പഠിക്കുന്നതിന് വേണ്ടി ഗൗതമ സ്കൂളിൽ പോകാൻ ആരംഭിച്ചു. രവിയും പ്രകാശും ഗൗതമയെ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ അവളെ പരിചരിച്ചു. ഗൗതമ പഠിത്തത്തിൽ വളരെ മിടുക്കിയായിരുന്നു. ഗൗതമയ്ക്ക് തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടി ആ ഗ്രാമത്തിൽ ഒരു നല്ല കോളേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പട്ടണത്തിൽ പോയി പഠിക്കുവാൻ ഗൗതമ ആഗ്രഹിച്ചു. അച്ഛാ, അമ്മേ, എനിക്ക് തുടർ പഠനത്തിനായി പട്ടണത്തിലെ കോളേജിൽ പോയി പഠിക്കണം. ഇനി കൂടുതൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ പഠിച്ചാൽ മതി. മാമയുടെ മകനുമായി കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ കല്യാണമൊന്നും വേണ്ട. എനിക്ക് കൂടുതൽ പഠിക്കാനാണ് ആഗ്രഹം. വേണ്ട മോളെ, ഇത്രയൊക്കെ പഠിച്ചത് ധാരാളമാണ്. രവിയോ പ്രകാശോ ആരെങ്കിലും ഒരാളുമായി കല്യാണം കഴിക്കണം. നീ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ്.
നിനക്ക് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഇത് എന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ? എനിക്ക് കൂടുതൽ പഠിക്കണം, അത്രമാത്രം. അവൾക്ക് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം നടത്തിക്കൊടുക്കൂ. അവൾക്കും അവളുടേതായ ചില ആഗ്രഹങ്ങൾ കാണും. ഇങ്ങനെ രവിയും പ്രകാശും ഒരേപോലെ പറഞ്ഞു. പട്ടണത്തിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി ഗൗതമ അച്ഛന്റെയും അമ്മയുടെയും സമ്മതം വാങ്ങി. അങ്ങനെ അവൾ തുടർ പഠനത്തിനായി പട്ടണത്തിലേക്ക് പോയി. അവിടെ പട്ടണത്തിൽ ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചു. അവിടെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാനാണ് ഗൗതമ തീരുമാനിച്ചത്. ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഗൗതമ ശേഖർ എന്ന ഒരു പയ്യനുമായി പരിചയപ്പെടുന്നു. ശേഖർ ആ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഗൗതമയെ കണ്ട അന്ന് തന്നെ ശേഖറിന് ഗൗതമയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നോട് പ്രണയം തോന്നി. ഐ ലവ് യു. ശേഖർ, ഞാനിവിടെ പഠിക്കാനാണ് വന്നത്. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും എന്നോട് പറയല്ലേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നന്നായി പഠിച്ച് നല്ല ജോലി നേടണം എന്നതാണ്. ഞാനും ഈ കോളേജിൽ പഠിക്കാൻ തന്നെയാണ് വന്നത്. പക്ഷെ നിന്നെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും ഇഷ്ടപ്പെട്ടത്. നീ ഞാൻ പറയുന്നത് കേക്ക്. എന്റെ പ്രണയത്തെ ഒന്ന് മനസ്സിലാക്ക്. ആദ്യം ഗൗതമ പ്രണയത്തോടെ ഒന്നും പ്രതികരിച്ചില്ല. ശേഖറിന്റെ നല്ല സ്വഭാവം കണ്ട ഗൗതമയ്ക്ക് ശേഖറിനോട് പ്രണയം തോന്നി തുടങ്ങി. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു. അങ്ങനെ രണ്ടുപേരും ആ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠനം പൂർത്തിയാക്കിയ ശേഷം ഗൗതമ ശേഖറിനോടൊപ്പം പട്ടണത്തിൽ നല്ലൊരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒരു ദിവസം മകളെ കാണുന്നതിനായി രമേശ് പട്ടണത്തിലേക്ക് വന്നു. രമേശ് വന്നു കയറിയപ്പോൾ തന്നെ ആ വീട്ടിൽ ശേഖറിനെ കണ്ടു. ഗൗതമ തന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛാ, എപ്പോൾ വന്നു? അച്ഛന് സുഖം തന്നെയല്ലേ? ആ, എല്ലാവർക്കും സുഖം തന്നെ. നിനക്ക് എങ്ങനെയുണ്ട് മോളെ? അവിടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു. അല്ല, ഈ പയ്യൻ ഏതാ? ഇത് ശേഖറാണ്. എന്റെ കൂടെ കോളേജിൽ പഠിച്ച ആളാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ സ്നേഹത്തിലാണ്. ശേഖറിനെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോളെ, നീ എന്താണ് പറയുന്നത്? നിനക്ക് വേണ്ടി അവർ രണ്ടുപേരും കാത്തിരിക്കുകയാണ്. നീ ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് അവർ രണ്ടുപേരും നോക്കിയിരിക്കുന്നു. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനാണ് ഞാൻ വന്നത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പറയാം. അച്ഛനോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതിനാൽ ശേഖറിനെയും കൂട്ടി രമേശിന്റെ കൂടെ ഗൗതമ നാട്ടിലേക്ക് പുറപ്പെട്ടു. ഗൗതമ വരുന്നുണ്ട് എന്ന വിവരമറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. രമേശ് തന്റെ മകളെയും കൂട്ടി വീട്ടിൽ എത്തി. വീട്ടിൽ കൗസല്യയും പ്രകാശും രവിയും ഗൗതമയെ കാത്തിരിക്കുകയായിരുന്നു. മോളെ, നിനക്ക് സുഖമല്ലേ? ഇവർ രണ്ടുപേരും നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇവരിൽ ആരെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്? വേറെ ആര്? എന്നെ തന്നെ വിവാഹം കഴിക്കും. അവൾക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. അല്ല, അവൾക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അല്ല, അവൾക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. അല്ലല്ല, അവൾക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഹലോ മോളെ, പറയൂ. നീ ഇവരിൽ രണ്ടുപേരിൽ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്തെങ്കിലും പറയൂ. ഞാനെന്ത് പറയാനാണ്? നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമല്ല, അവളുടെ ഇഷ്ടമാണ് അറിയേണ്ടത്. അവളോട് ചോദിക്കേ. അതാ ആദ്യം അന്വേഷിക്കേണ്ടത്. രണ്ടുപേരെയുമല്ല, ഞാൻ ശേഖറിനെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് ശേഖറിനെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ ഇവർ നിന്റെ ഒപ്പം കളിച്ചു വളർന്നതാണ്. നിന്നെ നന്നായി അറിയാവുന്നതാണ്. ഇപ്പോൾ അറിയാത്ത ഒരുത്തനെ കല്യാണം കഴിക്കാൻ പോകുവാണോ? എനിക്ക് ചേർന്ന ആളെ അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവർ രണ്ടുപേരെ ആരെയെങ്കിലും ഒരാളെ ഞാൻ വിവാഹം കഴിച്ചാൽ മറ്റൊരാൾക്ക് വിഷമമാവും. അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ ഞാൻ തിരഞ്ഞെടുക്കും? ഗൗതമ പറയുന്നത് ശരിയാണെന്ന് പ്രകാശും രവിയും സമ്മതിച്ചു. കൗസല്യയും ശേഖറിന്റെയും ഗൗതമയുടെയും വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരുടെയും സമ്മതപ്രകാരം ശേഖറിന്റെയും ഗൗതമയുടെയും വിവാഹം നടന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ ജീവിക്കുവാൻ ഗൗതമയ്ക്ക് സാധിച്ചു. പണ്ടത്തേതുപോലെ തന്നെ രവിയും പ്രകാശുമായി നല്ല ഒരു ബന്ധം തുടർന്നു പോവുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ പറയുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.